രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നവരാത്രി രണ്ടാം ദിവസം നമ്മൾ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള നവദുർഗമാരിൽ ഒരാളായ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള പാർവതീ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും വെളുത്ത വസ്ത്രം ധരിച്ച് വലതുകൈയിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും ഏന്തി നിൽക്കുന്ന ഒരു യോഗീശ്വരിയുടെ ഭാവത്തിൽ നമ്മൾ ആ ഭാവത്തിൽ തന്നെ മനസ്സുകൊണ്ട് കണ്ടുവേണം ദേവിയെ പ്രാർത്ഥിക്കാൻ. 9 ദിവസങ്ങളിൽ 9 ഭാവങ്ങളിലായി ആദിപരാശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ എത്തിച്ചേരുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. ശരിക്കും ആ ബ്രഹ്മത്തെ അറിയാൻ, ആ ബ്രഹ്മജ്ഞാനത്തെ തൊട്ടറിയാനുള്ള ഒരു യാത്രയുടെ തുടക്കം തന്നെയാവട്ടെ ഇങ്ങനെയുള്ള ഓരോ വ്രതനിഷ്ഠാകാലവും. അതിനുള്ള ഒരു തുടക്കം തന്നെയാവട്ടെ നമ്മുടെ ഈ നവരാത്രി കാലവും. അപ്പം ബ്രഹ്മചാരിണീ ഭാവത്തിൽ പാർവതീദേവി മഹാദേവനെ വരനായി ലഭിക്കാൻ വേണ്ടി 5000 വർഷത്തോളം തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ആദ്യം പച്ചക്കറികളും പഴങ്ങളും മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള ഒരു തപസ്സും പിന്നീട് ആ തപസ്സിൻ്റെ കാഠിന്യം കൂടി കൂവളത്തില മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള ഒരു തപസ്സിൻ്റെ അത്രയും അത്യുഗ്രമായ അതിശ്രേഷ്ഠമായ ഒരു ഭാവത്തിലേക്ക് ദേവി എത്തിച്ചേരുന്നുണ്ട്. 30 കോടി ദൈവങ്ങളും എല്ലാ ദേവീദേവന്മാരും സംപ്രീതരാകുമ്പോഴും മഹാദേവൻ, ആ യോഗീശ്വരൻ ആ ദേവിയിൽ സംപ്രീതയാവാതെ ശരിക്കും തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയിൽ തന്നെ മനസ്സ് അചഞ്ചലമാവാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം കാമദേവൻ ഭഗവാൻ ശിവനിൽ ദേവിയിൽ അനുരുക്തനാക്കാൻ വേണ്ടി പുഷ്പബാണങ്ങൾ എയ്യുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു. എന്നിട്ടും ശിവൻ ദേവിയെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തൻ്റെ തപസ്സിൽ മുഴുകിയാണുണ്ടായത്. ദേവിയാകട്ടെ ആ സമയങ്ങളിൽ ശരിക്കും അത്ര കണ്ട് എന്താ പറയേണ്ടത്, യോഗീശ്വരി അത്രയും അത്യുഗ്രമായ ഭാവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് പ്രകണ്ഡാസുരനും ദശലക്ഷക്കണക്കിന് അസുരന്മാരും ദേവിയെ ആക്രമിക്കാനായി എത്തുമ്പോൾ ദേവി തൻ്റെ കമണ്ഡലുവിലെ വെള്ളം നിലത്തേക്ക് ഒഴുക്കുകയും ആ അസുരന്മാർ മുഴുവൻ ഒഴുകിപ്പോവുകയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ദേവി തൻ്റെ കണ്ണു തുറന്ന് ആ അസുരന്മാരെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കുന്നുണ്ട്. ശരിക്കും ദേവി അത്രയും യോഗസിദ്ധി ആർജിച്ചിരുന്നു. മഹാദേവൻ ഈ സമയം ദേവിയുടെ അടുത്തേക്ക് ഒരു ബ്രഹ്മചാരിയായ ഒരു വേഷത്തിലേക്ക് എത്തുന്നുണ്ട്. ശരിക്കും ഭഗവാൻ സംപ്രീതനാവുന്ന ഒരു സമയത്തേക്ക് എത്തി. ദേവിയോട് ഒരുപാട് കടങ്കഥകൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ദേവി പറയുകയും ഭഗവാൻ ദേവിയുടെ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനാവുകയും ദേവിയെ വിവാഹം ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളും ഈ ദിവസം നവരാത്രി 2ാം ദിവസം ദേവിയെ ഇതേ രീതിയിൽ തന്നെ ആ യോഗീശ്വരിയുടെ ഭാവത്തിൽ തന്നെ പ്രാർത്ഥിക്കുക. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ അമ്മ, ആ മഹാമായയെ തന്നെ മനസ്സുകൊണ്ട്, വെറും വാക്കുകൾ കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് തൊട്ടറിയുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെന്നെത്തുക. ദേവി മഹാത്മ്യം ഒരുപാട് വായിക്കുക, ലളിതാ സഹസ്രനാമം വായിക്കുക. ഇനി അഥവാ വായിച്ചു തുടങ്ങാത്തവർ ലളിതാ സഹസ്രനാമത്തിലെ നാമാവലികൾ ചൊല്ലിത്തുടങ്ങുക. വളരെ പെട്ടെന്ന് ആ ദേവിയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയിൽ, നാവിൽ ആ സരസ്വതി വിളയാടുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ദേവിയെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തൊട്ടറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തീർച്ചയായും ദേവിയിലേക്ക്, ദേവി അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരൻ, ഈ പ്രപഞ്ചശക്തി ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നിടത്ത് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. ഈശ്വരനെ നിങ്ങൾക്ക് ഈ ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.